தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. தாயுன்னை மறந்தார், தந்தை உன்னை மறந்தார், அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை வெறுத்தார், உற்றோர் உன்னை வெறுத்தார், அவர் உன்னை வெறுக்க மாட்டார். தாயுன்னை மறந்தார், தந்தை உன்னை மறந்தார், அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை வெறுத்தார், உற்றோர் உன்னை வெறுத்தார், அவர் உன்னை வெறுக்க மாட்டார். கரம் எடுத்து நடத்திடுவார், கண்மலை மேல் நிறுத்திடுவார். கரம் எடுத்து நடத்திடுவார், கண்மலை மேல் நிறுத்திடுவார். போக்கவை சாவங்கள் நீங்க பூலோகம் வந்தாரையா. மனிதரை மீட்க பரலோகம் திறக்க சிலுவையை சுமந்தாரையா. பாவங்கள் போக்கவை சாவங்கள் நீக்க பூலோகம் வந்தாரையா. மனிதரை மீட்கவை பரலோகம் திறக்க சிலுவையை சுமந்தாரையா. கண்ணீரை சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. PCA ആഭിമുഖ്യത്തിൽ അതിന്റെ തന്നെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗമായി 5 ഘട്ടങ്ങളായി നടന്നു വരുന്ന ലഹരി വിരുദ്ധ സന്ദേശ പ്രചരണ യാത്രയുള്ള ബന്ധത്തിൽ അതിന്റെ പ്രാരംഭഘട്ടം എന്ന നിലവാരത്തിൽ കുളത്തൂപ്പുഴയിൽ തുടങ്ങി പാലോട് വരെ സമാപിക്കുന്ന പ്രാരംഭഘട്ടത്തിന്റെ ഒരു യാത്രാ സംഘമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ 2 ജില്ലകളുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ യാത്ര ചെയ്ത് ഈ സംഘം എത്തിച്ചേർന്നിരിക്കുന്നു. ലഹരി നമ്മുടെ നാടിന് ആപത്താണെന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു വരുന്നത്. ലഹരിയിൽ നിന്ന് നമ്മുടെ യുവതലമുറകൾ മാത്രമല്ല, സകലമാന മനുഷ്യരും രക്ഷയ്ക്കായി, മോചനത്തിനായി നെട്ടോട്ടമോടുമ്പോൾ നാടിന്റെ ഈ വലിയ വിപത്തിനെതിരെ പ്രതികരിക്കുക, ബോധവൽക്കരണം നടത്തുക, കർമ്മോത്സവരാകുക എന്ന ലക്ഷ്യത്തോടുകൂടി പെന്റക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ 1ാം ഘട്ട പ്രചരണ യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായിട്ട് ഈ സംഘടനയ്ക്ക് ജില്ലാതല നേതൃത്വം കൊടുക്കുന്ന, പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജേക്കബ് കുര്യൻ അവർ ഈ യാത്ര ഇവിടെ ഉദ്ഘാടനം ഔപചാരികമായി നടത്തുകയാണ്. തുടർന്ന് ഈ പ്രധാന തെരുവീതിയിൽ കൂടെ പാലോട് വരെ ആണ് ഇന്നത്തെ ഈ പ്രോഗ്രാം
മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ഞങ്ങൾ ഈ ക്രമീകരണങ്ങളിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞങ്ങൾ സ്നേഹത്തോടെ ഈ കാര്യങ്ങൾക്കായിട്ട് ഉദ്യോഗിപ്പിക്കുമ്പോൾ തന്നെ തുടർന്നുള്ള ഇതിന്റെ മറ്റു കാര്യങ്ങൾക്കായിട്ട് സജീവ പ്രവർത്തകരായ പല വ്യക്തികളും ഇതിനകത്തുണ്ട്. പ്രിയ കെ തോമസ് അവരുകൾ, അതിനുശേഷം ദേവദാസൻ ഒക്കെ ഈ കാര്യങ്ങൾക്ക് ചുമതലകൾ വഹിക്കുന്നതാണ്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായിട്ട് ബഹുമാനപ്പെട്ട ഇതിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജേക്കബ് കുര്യൻ അവരുകളെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതിൽ. ഈ ദേശനിവാസികളുടെ മധ്യത്തിൽ മദ്യത്തിന് മയക്കുമരുന്നിനെതിരെ അവയർനെസ് ബോധവൽക്കരണം നടത്തുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന യൗവനക്കാരാണ് ഇവിടെ ആയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ പ്രാപിച്ചതായിരിക്കുന്ന സന്തോഷം മറ്റുള്ളവരോട് പറയുവാനും മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായി പറയുവാനും ചില നിമിഷങ്ങൾ ഞങ്ങൾ എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങളെ സേവിക്കുന്ന ഏവർക്കും സ്വാഗതം പത്രികാൽ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, മദ്യം ഈ ലോകത്തിൽ മനുഷ്യവർഗത്തെ നശിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. മയക്കുമരുന്നിന്റെ വിവിധമായിരിക്കുന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഒത്തിരി വിഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് പിന്നാലെ കടന്നു വരുന്ന എൻ്റെ സുഹൃത്ത് ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. പെന്റക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതായിരിക്കുന്ന സംഘടനയിലുള്ള ബന്ധത്തിൽ ഇന്ത്യ ഒട്ടാകെ നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു സംഘടനയാണ്. കേരളത്തിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഈ സന്ദേശയാത്ര ഞങ്ങൾ ആരംഭിക്കുന്നത്. യൗവനക്കാരോട്, പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളതായിരിക്കുന്ന സന്ദേശം ഒട്ടും മറച്ചു വയ്ക്കാതെ നിങ്ങളുടെ മധ്യത്തിൽ പറയുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. സമയത്തിന്റെ പരിമിതിയും കാലാവസ്ഥയുടെ ധരിക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ സമയത്തിന്റെ ചുരുക്കത്തിൽ കാര്യങ്ങൾ ഞങ്ങളുടെ മധ്യേ അവതരിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. പെന്റക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇന്ന് എല്ലാ ഇടങ്ങളിലും, പ്രത്യേകിച്ച് ഒന്നാം ഘട്ടമായിട്ട് ഇവിടെ ആരംഭിച്ച് പാലോട് കൊണ്ട് അവസാനിക്കുകയും അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലായി 5 ഘട്ടങ്ങളിലായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ ഇടങ്ങളിലും മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് ഐക്യമത്യപ്പെട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇത് ഔപചാരികമായിരിക്കുന്ന ഉദ്ഘാടനത്തിനായിട്ട് എന്നെ ഈ പ്രിയപ്പെട്ടവർ ക്ഷണിച്ചതിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഈ മീറ്റിംഗ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങൾ സ്നേഹാഭിവാദനങ്ങൾ നേരുന്നു. ഒരു ലഹരി വിമോചന സന്ദേശയാത്രയുമായി ഈ കൊളുത്തുപുഴയുടെ മണ്ണിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭിക്കപ്പെട്ട ഈ അവസരത്തിന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ന് ലഹരിയുടെയും കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയും നാടായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും നമ്മുടെ നാടിനെ രക്ഷിക്കുവാൻ നമ്മുടെ ഭരണകൂടങ്ങൾ, സന്നദ്ധ സംഘടനകൾ, അതിൻ്റെ അകത്ത് കോൺഗ്രസ് എന്നില്ല, കമ്മ്യൂണിസ്റ്റ് എന്നില്ല, BJP എന്നില്ല, DYFI എന്നില്ല, RSS എന്നില്ല, ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, അതിൻ്റെ അകത്ത് ക്രൈസ്തവൻ എന്നില്ല. ഇവിടുത്തെ എല്ലാ വ്യാപാരി വ്യവസായികളും, ഇവിടുത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ, ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികൾ, ഈ കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ നിത്യോപയോഗ ആവശ്യങ്ങൾക്കായിട്ട് വന്നു പോകുന്ന നിങ്ങളും ഞങ്ങളും, നമ്മളെല്ലാവരും, നാട്ടുകാരും ഒറ്റക്കെട്ടായി നിന്ന് രാഷ്ട്രീയം മറന്ന്, മതം മറന്ന്, കക്ഷിഭേദങ്ങളില്ലാതെ
നമ്മുടെ നാടിനെ മുച്ചൂടം മുടിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാടിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ നമ്മൾ ശക്തമായി പോരാടേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഒരു മതപ്രസംഗം നടത്താനല്ല ഇവിടെ നിൽക്കുന്നത്. സഭയിൽ ആൾക്കാരെ ചേർക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഏത് മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ട് നിൽക്കുന്നോ നിങ്ങൾ അവിടെ തന്നെ തുടരുക. പക്ഷെ അതിന്റെ അകത്തുനിന്ന് ലഹരിയെ തുരത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന ഒരു ലഹരി വിരുദ്ധ സന്ദേശ യാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നവരും പണമുണ്ടാക്കാൻ ലഹരി കച്ചവടം ചെയ്യുന്നവർ, അവരെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നാട്ടുകാർ, കർശനമായ നിയമനിർമ്മാണത്തിലൂടെ ലഹരി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കേണ്ട ഭരണകൂടം അതിന് ശ്രമിക്കാതിരിക്കുമ്പോൾ മക്കളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും ഒരു പരിധിവരെ കൂട്ടുനിൽക്കുന്ന രക്ഷിതാക്കൾ, അതുപോലെ തോന്നിവാസങ്ങൾക്ക് ഹീറോ പരിവേഷം നൽകി ക്രൈം ത്രില്ലർ സിനിമകൾ അവതരിപ്പിച്ച് കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മുടെ നാടിനെ തള്ളിവിടുന്ന പദ്ധതികൾ, ഇതിനെല്ലാം കൃത്യമായ നിയന്ത്രണങ്ങളും കടിഞ്ഞാണുകളും വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ദേശത്തെ, കേരളത്തെ ഒരു ലഹരി മുക്ത ദേശമാക്കി, നാടാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇവിടുത്തെ ഇലുമിനാറ്റി മെമ്പർഷിപ്പ് ഫോറവും ആക്ഷൻ പ്രോജക്റ്റും ബ്ലാക്ക് മാസും ചർച്ച് ഓഫ് സാത്താനും കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. അർത്ഥനഗ്നമായി ശരീരത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച് ചുമന്ന വെളിച്ചത്തിൽ ലൈംഗികതയുടെ ലഹരിയും സുലഭമാക്കി പാടി തിമിർക്കുകയാണ്. ആടുപാമ്പേ ആടുപാമ്പേ ആടാട് പാമ്പേ എന്നാടി തിമിർക്കുമ്പോൾ കേരളത്തിൽ യുവാക്കളുടെ സിരകളിൽ ചോരയ്ക്ക് പകരം ലഹരി ഒഴുകുമ്പോൾ നാടിനെ നടുക്കുന്ന അരുക്കൊലകൾ അരങ്ങേറുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വെള്ളറടയിൽ സ്വന്തം അപ്പനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രിജിൻ, അധികം ദിവസങ്ങളായില്ല നമ്മുടെ ഏറ്റവും സമീപ പ്രദേശമായ വെഞ്ഞാറമൂട്ടിൽ 5 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ അഫാൻ, സഹപാഠികളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ട 15-കാരൻ ഷഹബാസ്, സ്കൂൾ അധികാരികളുടെ ധിക്കാരത്തിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ബെൻസനെയൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് മറക്കുവാൻ കഴിയുകയില്ല. കോട്ടയം നഴ്സിംഗ് കോളേജിൽ റാങ്കിംഗ് നടത്തി ആ ദാരുണമായ രംഗങ്ങൾ വീഡിയോയിൽ ചിത്രീകരിച്ച് അത് ദേശത്ത് പ്രചരിപ്പിക്കുമ്പോൾ ചിന്തിക്കുക, നമ്മൾ ചോറുപതി കെട്ടി ബാഗും കൊടുത്ത് സ്കൂളിലേക്കൊക്കെ അയക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത്? ഞാൻ പറയുന്നത്, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ തമ്മിൽ തല്ലി തെരുവിൽ തലകീറി ചാകുന്നതിന് പകരം നമ്മുടെ ദേശത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരി എന്ന മാരക വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി പോരാടിക്കൊണ്ട് നമ്മുടെ നാടിനെ ഏത് വിധത്തിലും രക്ഷിച്ചെടുക്കുവാൻ ഓരോരുത്തരും പ്രതിജ്ഞയെടുത്ത് മുൻപോട്ട് നീങ്ങേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഏതോ ഒരു ഉപദേശി ഏതോ സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നു നിന്നൊരു കവലപ്രസംഗം നടത്തുന്നെന്നും പറഞ്ഞ് നിങ്ങൾ ഇതിനെ തള്ളിക്കളയരുത്. ഞങ്ങളാരും ഇന്ന് ഞങ്ങളുടെ സഭയെക്കുറിച്ചല്ല പറയുന്നത്. ഞങ്ങളാരും ഇവിടെ ഒരു സുവിശേഷ പ്രഭാഷണമല്ലേ നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ എന്തിനേറെ പറയുന്നു, സ്കൂൾ തലങ്ങൾ മുതൽ കോളേജ്, മറ്റ് എല്ലാ സ്ഥാപനങ്ങളും എവിടെ നോക്കിയാലും ലഹരിയും ആ ലഹരിയുടെ ഉപയോഗം കൊണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളും അതിൽ കൊണ്ടുണ്ടാകുന്ന ക്രൈമും കൊണ്ട്, കുറ്റകൃത്യങ്ങൾ കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞിരിക്കുക. ചില വർഷങ്ങൾക്ക് മുൻപ്, ഒരു 10ഓ 15ഓ അല്ലെങ്കിൽ അതിന് പുറകോട്ടുള്ള വർഷങ്ങളിൽ ഇവിടെ ലഹരി വസ്തുക്കളുമായി പിടിയിൽ എന്ന് പറഞ്ഞ് പത്രത്തിൽ ന്യൂസ് വരുമ്പോൾ അവിടെ വരുന്നത് 40 വയസ്സുള്ള അല്ലെങ്കിൽ 50 വയസ്സുള്ള 60 വയസ്സുള്ള ചില ആളുകളുടെ ഫോട്ടോയും ചിത്രവും പേരുമായിരുന്നെങ്കിൽ ഇവിടെ കേൾക്കുന്ന മാതാപിതാക്കൾ നിങ്ങളൊന്ന് കരുതിയിരിക്കുവാനും ഒന്ന് ഭയപ്പെടുവാനും വേണ്ടി ഞാൻ പറയുന്നു.
ഇന്ന് പത്രത്തിൽ വരുന്ന വാർത്തകളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, അങ്ങനെയുള്ള കേവലം 20 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുപോലെയുള്ള മാരകമായ മയക്കുമരുന്നിന് അടിമകൾ മാത്രമല്ല, ചിലർ അതിൻ്റെ വക്താക്കളായി മാറിയിരിക്കുകയാണ്, അത് ക്യാരി ചെയ്യുന്നവരായി മാറിയിരിക്കുകയാണ്, അതിൻ്റെ സപ്ലൈ നൽകുന്ന ആളുകളായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് ബാഗിൽ സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ പെൺകുട്ടിയെ കൗൺസിൽ ചെയ്ത ഒരു ഓഫീസർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കുട്ടിയുടെ ദേഹപരിശോധനയിൽ ഏതാണ്ട് 87 ചെറുതും വലുതുമായ മുറിവുകൾ അവൾ ശരീരത്തെ മുറിപ്പെടുത്തിയിരിക്കുകയാണ്. അതെന്തിനാണ്? ഈ മൂക്കിലൂടെയോ വായിലൂടെയോ ഒക്കെ ഈ 10 രൂപയിലും 20 രൂപയിലും ഒക്കെ ഇങ്ങനെ തെറുത്ത് അല്ലെങ്കിൽ വലിച്ച് മൂക്കിൽ കയറ്റി ആ ലഹരി തലയ്ക്ക് പിടിക്കുന്നതിന് ഒരു സമയം, ഒരു സാവകാശമുണ്ട്. എന്നാൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ബ്ലേഡ് കൊണ്ട് വരഞ്ഞിട്ട് ഈ മാരകമായ മയക്കുമരുന്ന് അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഇത് സിരകളിൽ പെട്ടെന്ന് ലഹരിയായി മാറുമെന്നുള്ളത് കൊണ്ട് ആ രാസലഹരിക്ക് അടിമയാകാൻ ശരീരത്തിൽ മുറിപ്പാടുകൾ. സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന, ഞാൻ സ്കൂളോ ക്ലാസ്സോ പേരുകളൊന്നും ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭാവിയുള്ളതാണ്. അങ്ങനെ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രേരണയാൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു പെൺകുട്ടി, ആ സുഹൃത്ത് തന്നെ അവളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ പല സന്ദർഭങ്ങളിലായിട്ട് പകർത്തി അത് കാണിച്ച പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഏറ്റവും ഒടുവിൽ മാനം നഷ്ടപ്പെട്ടിട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം ഞാൻ നിങ്ങളുമെല്ലാം പത്രത്തിൽ വായിച്ചതാണ്. ഗെയിമുകൾ വില്ലനായി മാറുമ്പോൾ 10 വയസ്സുകാരിയും 9 വയസ്സുകാരുമൊക്കെ തിരുവനന്തപുരത്തും കൊല്ലത്തും ആത്മഹത്യ ചെയ്യുന്നു. നമുക്കറിയാം, മഞ്ഞാറമൂട് നടന്ന കൊലപാതകങ്ങൾ, ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ. കഴിഞ്ഞ ദിവസം ആ കൊലപാതകത്തിൻ്റെ വികൃതമായ ചിത്രങ്ങൾ, അതായത് മാരകമായ ആയുധങ്ങൾ കൊണ്ട് തലയ്ക്കും ശരീരത്തിനും മുറിവേൽപ്പിച്ചിട്ട് കട്ടിലിൽ കിടത്തിയും കസാരയിൽ ഇരുത്തിയുമൊക്കെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അത് പ്രചരിക്കാനിടയായി. ആ ചിത്രങ്ങൾ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു മകൻ വാട്സപ്പിൽ കൂടെ ഒരു ഭീഷണി, ഞാൻ ചോദിക്കുന്ന പണം തന്നില്ലെങ്കിൽ ദാണ്ട ഇതുപോലെ ആക്കിക്കളയും. ഇന്ന് യുവാക്കളായിട്ടുള്ള മക്കളുള്ള ചില മാതാപിതാക്കൾക്ക് സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഭയം. സ്വന്തം സഹോദരിയാണോ സ്വന്തം അമ്മയാണോ എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം മാരകമായ രാസ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഒരധർമ്മ പ്രവൃത്തിയും ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാതെ ഏതൊരു ക്രൂരകൃത്യങ്ങളും ചെയ്യാൻ മടിയില്ലാത്ത വളർന്നു വരുന്ന ഒരു തലമുറ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൊളത്തൂപ്പുഴ ദേശനിവാസികളെ വളരെ വിനീതമായി ഞങ്ങൾ നിങ്ങളോട്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നമ്മുടെ നാടിനെ തകർത്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി എന്ന മഹാവിപത്തിൽ നിന്ന് ഏത് വിധത്തിലെങ്കിലും നമ്മുടെ നാടിനെ മോചിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അധ്യാപകർക്കോ രക്ഷകർത്താക്കൾക്കോ PTA കമ്മിറ്റികൾക്കോ പോലീസിനോ എക്സൈസിനോ ഒന്നും
നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ ലഹരി മാഫിയകൾ ആഴത്തിൽ നമ്മുടെ തലമുറകളിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. പലരും ലഹരി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ലഹരി തരുന്നത് ഒരിക്കലും ഒരു സുഹൃത്തല്ല. ലഹരി തരുന്നവന് സുഹൃത്താകാൻ കഴിയത്തില്ല. പിന്നെ ആരാണ് ലഹരി തരുന്നത്? ആ ലഹരി നിങ്ങൾക്ക് ഒരാൾ തരുന്നുണ്ടെങ്കിൽ അവൻ ഇവിടുത്തെ ലഹരി മാഫിയയുടെ ഏതെങ്കിലും ഒരു കണ്ണി ആയിരിക്കും. അതുകൊണ്ട് അനേക കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ സമയത്തിന് പരിധിയുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ധാരാളം ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾക്കൊരു വാക്കെങ്കിലും ഈ ലഹരിക്കെതിരായിട്ട് വിളിച്ചു പറയണം. 1200 രൂപ വിലമതിക്കുന്ന ഏതാണ്ട് 20ഓളം ബ്രൗൺ ഷുഗറിന്റെ പാക്കറ്റുകളുമായിട്ട് മലപ്പുറത്ത് കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് പിടിയിലായ ഒരുത്തനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇരുത്തി. ഈ ഒരു പ്രതിയെ കിട്ടിയ ഉടനെ നമ്മുടെ പോലീസും എക്സൈസും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഫോൺ അങ്ങ് വാങ്ങും. ആ ഫോൺ വാങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ ദേശത്തെ കണ്ണികൾ ആരാണ്, ഇതിന്റെ ഉപയോഗക്കാരാരാണെന്ന് പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസറുടെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞത്, ഏതാണ്ട് 1 മണിക്കൂറിനകത്ത് ആ വ്യക്തിയുടെ ഫോണിലേക്ക് 23 കോളുകൾ വന്നു. അതിലൊറ്റ കോള് മാത്രമേ അവൻ്റെ വൈഫിൻ്റെ കോൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 22 കോളുകളും സാധനം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുക. അതിൻ്റെ അകത്ത് ആണും പെണ്ണും വ്യത്യാസമില്ല. ഇവനെ പിടിച്ച് ലോക്കപ്പിലിട്ടിരിക്കുമ്പോൾ ഇവൻ ലഹരിക്ക് അടിമയാണ്. സാധാരണ ഒരു മനുഷ്യൻ ആദ്യം ഒരു രസത്തിന് വേണ്ടിയാണ് കഴിച്ച് തുടങ്ങുന്നത്. പിന്നീട് അത് അവന്റെ ജീവിതത്തിലെ ഒരു നിത്യോപയോഗ സാധനമായി മാറുന്നു. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ഡോസ് എടുക്കേണ്ട സമയത്ത് ഇത് കിട്ടാതെ വരുമ്പോൾ ഒരു പ്രത്യേക തരം മാനസിക അവസ്ഥയിലേക്ക് ഈ വ്യക്തി മാറ്റപ്പെടും. ആ പോലീസ് ഓഫീസർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഭിത്തിയിലേക്ക്, ജയിലിന്റെ കമ്പികളിലേക്ക് തല കൊണ്ടിടിപ്പിച്ച് തലപൊട്ടി ശരീരത്ത് ചോരയൊഴുകുമ്പോൾ യാതൊരു മടിയുമില്ലാതെ ഭിത്തിക്കിട്ടടിച്ച് തറയിൽ കിടന്ന് ഉരുണ്ട് വെപ്രാളം കാണിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഈ ലാസലഹരിയുടെയും അടിമകളായിട്ട് അപ്പന്റെയും അമ്മയുടെയും വിയർപ്പിന്റെയോ പണത്തിന്റെയോ അവരുടെ അധ്വാനത്തിന്റെ വിലയറിയാതെ ഈ മായച്ചന്തയിൽ ഇഴുകിച്ചേർന്ന് തകർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ യുവതി യുവാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളുടെ കൂട്ടായ പ്രവർത്തനം, നമ്മളുടെ ഐക്യതയോടുകൂടിയ പ്രവർത്തനം, നമ്മളുടെ ഒരു വാക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രാക്റ്റിന്റെ അകത്തുള്ള 2 വാക്കുകൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നെങ്കിൽ, ആരെങ്കിലും ഈ ജംഗ്ഷനിൽ ഞങ്ങളെ കേൾക്കുന്നവർ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരാണോ? നിങ്ങൾ ലഹരി കച്ചവടം നടത്തുന്ന ഏതെങ്കിലും ഒരു സംഘത്തിന്റെ കണ്ണിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ നിത്യേന ഇത് കാണുന്ന ഒരു നാട്ടുകാരനാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് കർശനമായി കടിഞ്ഞാണിടേണ്ട, നിയന്ത്രിക്കേണ്ട, നിയമനിർമ്മാണം നടത്തേണ്ട ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിന്റെ തലപ്പത്തിരിക്കുന്ന, അല്ലെങ്കിൽ അധികാരത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സാംസ്കാരിക കലാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ? തീർച്ചയായും ഈ മാരക വിപത്തിനെ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ദേശത്തും തുടച്ചു മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആരുമാകട്ടെ, നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ രാജ്യത്തെ, ദേശത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന, കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, ബന്ധങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മാരക വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് തുടച്ചു മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന്
ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മറ്റെല്ലാ ചിന്താഗതികളും വെടിഞ്ഞിട്ട് ഒറ്റക്കെട്ടായി നമുക്ക് നമ്മുടെ ദേശത്തെ ലഹരി വിമുക്ത കേരളമാക്കി മാറ്റാമെന്നുള്ള ഒരു വലിയ പ്രതിജ്ഞ എടുത്തുകൊണ്ട് യുവതി യുവാക്കന്മാർ, അതുപോലെ ഇവിടുത്തെ എല്ലാ മേഖലകളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ, എല്ലാ യുവജന സംഘടനകളും, എല്ലാ സന്നദ്ധ സംഘടനകളും ഒറ്റ മുദ്രാവാക്യത്തോടെ നമുക്ക് മുന്നേറുവാൻ കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ ലഹരി എന്ന മാരക വിപത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കുവാൻ കഴിയും. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ താല്പര്യമാണ് ലഹരി വിമുക്ത കേരളം. നമുക്കൊന്നിച്ചു നിൽക്കാം, നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. അതിന് ഞങ്ങളുടെ പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളുടെ എല്ലാ പിന്തുണയും ഇവിടുത്തെ ഗവൺമെന്റിനും ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾക്കും ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ ഞങ്ങളെ വിളിച്ചാൽ ആ സ്ഥലത്ത് വന്ന് ഇതിന്റെ വിപത്തിനെ കുറിച്ച്, ഇതിന്റെ അപകടത്തെ കുറിച്ച് ഇത് വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളും അതിന്റെ ഭാഗമായി മാറുന്നു. അതുകൊണ്ട് ആരെങ്കിലും, ഞങ്ങളെ ഈ ശബ്ദപരിധിക്കകത്ത് കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഇതിന്റെ കണ്ണികളായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ, അതിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുക്കുവാൻ ഇന്ന് തന്നെ നിങ്ങൾ ഈ മാരക വിപത്തിൽ നിന്ന് മോചിതരാകുക എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. MDMA എന്ന് പറയുന്ന ആ മയക്കുമരുന്നാണ് ഇപ്പോൾ ഏറ്റവും വില്ലനായിട്ട് നിൽക്കുന്നത്. ഒത്തിരി ഉണ്ട്, കഞ്ചാവുണ്ട്, ചരസുണ്ട്, അതുപോലെ തന്നെ പെതിഡിൻ, അങ്ങനെ മരിഞ്ചുവാന എന്നൊക്കെ പറയുന്ന ഒത്തിരി നമ്മുടെ നാട്ടിൽ വാറ്റിയെടുക്കുന്ന ചാരായം മുതൽ പല സംഭവങ്ങളുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും വില്ലനായി നിൽക്കുന്ന ഈ MDMA, മെഥലിൻ ഡയോക്സി മെത്തംഫിറ്റമിൻ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. അത് ഒരു വ്യക്തി അത് ഉപയോഗിച്ചാൽ മസ്തിഷ്കം നഷ്ടമാകുന്ന ഓർമ്മ, ചിന്താശേഷി നഷ്ടപ്പെടുന്നു, ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നു, ഉത്കണ്ഠ ഉണ്ടാകുന്നു, അൾഷിമേഴ്സ്, പാർക്കിൻസൺസ് തുടങ്ങിയ മാരകമായ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് പിടിപെടാനുള്ള സാധ്യത, ആത്മഹത്യ പ്രവണത, വിഷാദം എന്നിവ തലച്ചോറ് സംബന്ധമായിട്ട് ഉണ്ടാകുന്നു. കരൾ സംബന്ധമായിട്ട് ലിവർ സിറോസിസ്, ക്യാൻസർ, കരളിലെ രക്ത കുഴലുകൾക്ക് ചുരുങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ആമാശയ സംബന്ധമായിട്ട് വിശപ്പില്ലായ്മ, രുചിക്കുറവ്, ശരീരത്തിലെ പ്രത്യുൽപാദന ശേഷി തന്നെ അത് നഷ്ടപ്പെടുത്തി കളയുന്നു. അത് കണ്ണിനെ, ചെവിയെയും, ശബ്ദം, കാഴ്ച, സ്പർശനം എന്നിവയെ വളരെ പെട്ടെന്ന് അത് ബാധിക്കുന്നു. MDMA സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ പല്ലുകൾ പൊടിഞ്ഞു പോകുമെന്നാണ് ശാസ്ത്രീയ വീക്ഷണം അതിനെക്കുറിച്ച്. ശ്വാസകോശത്തിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പരസ്യമാണല്ലോ, നിങ്ങളുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. സത്യമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പരസ്യവാചകം നിങ്ങൾ മറക്കാതിരിക്കുകയാണ്. ഓരോ ലഹരിയുടെ പുകയും നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ഭിത്തികളെ, വാൽവുകളെ തകരാറിലാക്കിക്കൊണ്ടിരിക്കുന്നു. വലിയ നിലയിലുള്ള ഹൃദയാഘാതത്തിലേക്ക് അത് നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഹരി ഉപയോഗിക്കുന്നവരുടെ ത്വക്ക് മുറിച്ചും സിറിഞ്ച് കൊണ്ട് കുത്തിയും വളരെ വികൃതമാക്കപ്പെട്ടിട്ട് ഒരു ഡ്രൈ ആയി ഉണങ്ങിയ മരത്തിൻ്റെ തോല് പോലെ ആകുന്നതായിട്ട് ശാസ്ത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വിപത്തുള്ള, അല്ലെങ്കിൽ ഇത്ര ഭയാനകമായ, ഇത്ര മാരകമായ കാര്യങ്ങൾ ഈ ലഹരിക്കകത്ത് ഒളിച്ചിരിക്കുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ, ഞാനോ നിങ്ങളോ, നമ്മുടെ തലമുറകളിൽ ഒന്നുപോലും അതിൻ്റെ അകത്ത് അകപ്പെട്ടു പോകാതെ, അതിൻ്റെ കണ്ണികളായി തീരാതെ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് നമ്മുടെ നാടിനെ മോചിപ്പിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം, നമുക്ക് തീരുമാനമെടുക്കാം. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഒരിക്കലും ഞാൻ ഈ ലഹരി എന്ന് പറയുന്ന മാരക വസ്തു ഉപയോഗിച്ച് നമ്മുടെ നാടിൻ്റെ സ്വൈര്യത, സമാധാനം, കുടുംബത്തിൻ്റെ സ്വൈര്യത, സമാധാനം
നഷ്ടപ്പെടുത്തുകയില്ല. അതുപോലെ തന്നെ എന്തു വില കൊടുത്തും ഈ നാടിനെ ലഹരി വിമുക്ത കേരളമാക്കുവാൻ എന്നാലാവുന്നിടത്തോളം ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കും, ഞാൻ അതിനുവേണ്ടി നിലകൊള്ളും എന്ന് ഉറച്ച ഒരു തീരുമാനം നമുക്കെടുക്കാം. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ അണിനിരന്നിരിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടോ? ഇവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഒരു കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും അടിപിടിയും പോലീസ് കേസും വെട്ടും വടിവാൾ വീശൊക്കെ ആയിട്ട് നടന്ന ആളുകളാണ്. എന്നാൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ഒരു സത്യമുണ്ട്, അതാണ് സുവിശേഷം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒറ്റക്കെട്ടായി ജാതിമത വർഗവർണ്ണ പണ്ഡിത പാമര കുചേല കുബേര ശകദാസ ബർബരാദി വൈവികൾക്കതീതമായി അടിമയെന്നോ ഉടമയെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വ്യത്യാസമില്ലാതെ ഈ ദേശത്തുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ ചിന്താഗതിയിലുള്ള ആൾക്കാരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ ലഹരിക്കെതിരെ പോരാടാം. അതിന് സർവകൃപാലയമായ ദൈവം സഹായിക്കട്ടെ എന്ന വാക്കുകളോടെ എൻ്റെ ഈ പ്രഭാഷണത്തിന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനുഷ്യ നീ ഇവിടെ ഇന്നും മതങ്ങൾ തേടുന്നു, നൈമിഷവേഷങ്ങൾ ഇവിടെ അണിയറ ശില്പങ്ങൾ. മനുഷ്യ നീ ഇവിടെ ഇന്നും മതങ്ങൾ തേടുന്നു, നൈമിഷവേഷങ്ങൾ ഇവിടെ അണിയറ ശില്പങ്ങൾ. ദൈവമാരെന്നു അറിയോ ആരാധനയെന്ന് നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെ പോകുന്നു. ദൈവമാരെന്നു അറിയോ ആരാധനയെന്ന് നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെ പോകുന്നു. മനുഷ്യ നീ ഇവിടെ ഇന്നും മതങ്ങൾ തേടുന്നു, നൈമിഷവേഷങ്ങൾ ഇവിടെ അണിയറ ശില്പങ്ങൾ. ദേഹത്തിൻ സൗന്ദര്യമോ നഷ്ടപ്പെടും അനുനിമിഷം, ദേഹിയതിൻ മോഹമതോ ഒട്ടിപ്പോകും കുമിളകൾ പോ. ദേഹത്തിൻ സൗന്ദര്യമോ നഷ്ടപ്പെടും അനുനിമിഷം, ദേഹിയതിൻ മോഹമതോ ഒട്ടിപ്പോകും കുമിളകൾ പോ. കള്ളപ്പണം വെള്ളയതാക്കിയ ഉള്ളം കയ്യിൽ മലിനതയുണ്ട്, കള്ളപ്പണം വെള്ളയതാക്കിയ ഉള്ളം കയ്യിൽ മലിനതയുണ്ട്. എന്തെല്ലാം നേടിയെന്നാലും ആറടി മണ്ണതിൽ സ്വന്തം, എന്തെല്ലാം നേടിയെന്നാലും ആറടി മണ്ണൊരു സ്വന്തം. എന്തിനും തുനിഞ്ഞവൻ സ്വന്തനാശം വരുത്താൻ അന്തചിന്തയൊന്നുമില്ല ദൂരത്തിവിടെ. എന്തിനും തുനിഞ്ഞവൻ സ്വന്തനാശം വരുത്താൻ അന്തചിന്തയൊന്നുമില്ല ദൂരത്തിവിടെ. അന്ത്യമെന്തെന്നറിയാനൊന്നു വന്നിടും എന്തിടും നിത്യതയിൽ പിന്തേ. മനുഷ്യ നീ ഇവിടെ ഇന്നും മതങ്ങൾ തേടുന്നു, നൈമിഷവേഷങ്ങൾ ഇവിടെ അണിയറ ശില്പങ്ങൾ. മനുഷ്യ നീ ഇവിടെ ഇന്നും മതങ്ങൾ തേടുന്നു, നൈമിഷവേഷങ്ങൾ ഇവിടെ അണിയറ ശില്പങ്ങൾ.
ശാസ്ത്രത്തിന്റെ പുരോഗതി, ഇന്റർനെറ്റ് ക്ലബുകളും കമ്പ്യൂട്ടറും ടെലിവിഷനും പാപത്തിൽ കലവറയോ. ശാസ്ത്രത്തിന്റെ പുരോഗതി, ഇന്റർനെറ്റ് ക്ലബുകളും കമ്പ്യൂട്ടറും ടെലിവിഷനും പാപത്തിൽ കലവറയോ. നിയമങ്ങൾ പ്രഹസനമായി, തെരുവീഥി ചോരപ്പുഴയായി. നിയമങ്ങൾ പ്രഹസനമായി, തെരുവീഥി ചോരപ്പുഴയായി. പെറ്റമതൻ ഉദരം പോലും ടെസ്റ്റുവിന് വഴിമാറിപ്പോ. പെറ്റമതൻ ഉദരം പോലും ടെസ്റ്റുവിന് വഴിമാറിപ്പോ. എന്തിനും തുനിഞ്ഞവൻ സ്വന്തം നാശം വരുത്താൻ അന്തചിന്തയൊന്നുമില്ലാതൊടുന്നിവിടെ. എന്തിനും തുനിഞ്ഞവൻ സ്വന്തം നാശം വരുത്താൻ അന്തചിന്തയൊന്നുമില്ലാതൊടുന്നിവിടെ. അന്ത്യമെന്തെന്നറിയാനൊന്നു വന്നിടും എന്തിടും നിത്യതയിൽ ബന്ധകപ്പെടും. അന്ത്യമെന്തെന്നറിയാനൊന്നു വന്നിടും എന്തിടും നിത്യതയിൽ ബന്ധകപ്പെടും. മനുഷ്യ നീവിടെ ഇന്നും മതങ്ങൾ നേടുന്നു. നൈമിഷവേഷങ്ങൾ ഇവിടെ അണിയറ ശില്പങ്ങൾ. മനുഷ്യ നീവിടെ ഇന്നും മതങ്ങൾ നേടുന്നു. നൈമിഷവേഷങ്ങൾ ഇവിടെ അണിയറ ശില്പങ്ങൾ. ദൈവമാരെന്നു അറിയോ ആരാധനയെന്ന് നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെ പോകുന്നു. ദൈവമാരെന്നു അറിയോ ആരാധനയെന്ന് നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെ പോകുന്നു. മനുഷ്യ നീവിടെ ഇന്നും മതങ്ങൾ തേടുന്നു. നൈമിഷവേഷങ്ങൾ ഇവിടെ അണിയറ ശില്പങ്ങൾ. മനുഷ്യ നീവിടെ ഇന്നും മതങ്ങൾ തേടുന്നു. നൈമിഷവേഷങ്ങൾ ഇവിടെ അണിയറ ശില്പങ്ങൾ. തിരുവനന്തപുരം ജില്ലാ യൂണിറ്റിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, കൊല്ലം ജില്ലയുടെ പാർശ്വവശങ്ങൾ ഉൾപ്പെടെ നടത്തിവരുന്ന പ്രചരണ സന്ദേശ യാത്രയുടെ ഒന്നാമത്തെ ഘട്ടമായിട്ട് കുളത്തൂപ്പുഴയിൽ നിന്ന് ഇതവിടെ ആരംഭിച്ചിരിക്കുകയാണ്. തുടർന്ന് തിരുവനന്തപുരം മേഖലയിലേക്ക് പാലോട് വരെയുള്ള ഭാഗങ്ങളിലേക്ക് ഈ സന്ദേശയാത്ര കടന്നു പോകുകയാണ്. ഞങ്ങളെ സശ്രദ്ധം ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രബുദ്ധരായ ദേശവാസികളോടും കടകമ്പോളങ്ങളിലിരുന്നും വാഹനങ്ങളിലിരുന്നും മറ്റിതര കർമ്മനിരതരമായ മണ്ഡലങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച ഏവരോടും ഞങ്ങൾ ഈ സമയം നന്ദി പറയുകയാണ്. നമുക്ക് ലഹരിക്കെതിരായി ഒന്നിക്കാം. ഇവിടെ കേട്ട പ്രഭാഷണങ്ങൾ ഇന്നലകളിലെ ചരിത്രമായിരിക്കുമ്പോൾ തന്നെ ഇന്നും എത്രയോ ലഹരി പ്രതിസന്ധികൾ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ലഹരിക്കെതിരെ ഒന്നാകാം, ലഹരിക്കെതിരെ പോരാടാം, ലഹരിക്കെതിരെ നമുക്ക് ഒത്തുചേരാം. മതവർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട്, സഹജീവിയെ സ്നേഹിച്ചുകൊണ്ട് ലഹരി അടിമപ്പെട്ടവരെ പുതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ നമുക്കൊന്നിച്ച് നമ്മെ തന്നെ, നമ്മുടെ നാടിനെ തന്നെ ചേർത്ത് നിർത്താമെന്ന ആപ്ത ലക്ഷ്യത്തോടെ നമുക്ക് ഇവിടുത്തെ ഈ പ്രാരംഭ യോഗം ഞങ്ങൾ ഇവിടെ പിരിയുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും ലഹരിയുടെ വിവിധമായ പ്രതിസന്ധികൾ നിമിത്തം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കൗൺസിലിങ്ങൾ നൽകുവാൻ, നിർദ്ദേശങ്ങൾ നൽകുവാൻ, അതിൽ നിന്ന് നിങ്ങളെ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു പ്രയോജനകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ, നിങ്ങൾക്ക് ലഹരിയുടെ വിശദമായ അനുഭവങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട്, ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കൗൺസിലിംഗ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ട് അക്കാര്യങ്ങളുമായി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്.